അങ്ങനെ 96th ഓസ്കാർ അവാർഡ്സ് എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല സിനിമകൾക്കും അവാർഡ്സ് കിട്ടി. ആൻഡ് അതിൽ തഴയപ്പെട്ട ചില സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് എന്തൊക്കെ അവാർഡ്സ് കിട്ടിയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബെസ്റ്റ് പിക്ചറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹേമർ ആണ്. സോ അറിയാലോ, കഴിഞ്ഞ കൊല്ലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഓപ്പൺ ഹേമർ കാഴ്ചവെച്ചത്. ആൻഡ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം തൃശ്ശൂർ രാഗത്തിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതും ഒരു കമന്റഡിയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ ഒന്നുമില്ലാത്ത വളരെ കിഡിലനായിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ക്രിസ്റ്റഫർ നോളൻ 8 തവണ അദ്ദേഹത്തിന് ഓസ്കർ നോമിനേഷൻ കിട്ടി. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടുന്നത്. ആൻഡ് അതിന്റെ ഒരു സ്പീച്ചൊക്കെ ശരിക്കും കേട്ടപ്പോൾ വളരെയധികം ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു, ഇമോഷണലി ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കാര്യമായിരുന്നു. ആൻഡ് കിലിയൻ മർഫിയുടെ ആ ഒരു ടൈറ്റിൽ ക്യാരക്ടർ ഒന്നും പറയാനില്ല. ആൻഡ് ഇതിൽ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ടുള്ള അവാർഡ് റോബർട്ട് ഡൗണി ജൂനിയറിന് കിട്ടി. അത് വളരെയധികം സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു. കാരണം ആ റിയൽ ലൈഫ് പേഴ്സന്റെ ആ ഒരു മൊത്തം മാനറിസം, ആ ഒരു ക്യാരക്ടറിന് അത്രത്തോളം ശരിക്കും അത്രത്തോളം ഒരു പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഒരുപാട് മേഖലകളിൽ ഈ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ആൻഡ് അടുത്തത് ബെസ്റ്റ് ആക്ടറിന് ലീഡിംഗ് റോൾ ആണ്. ആൻഡ് കിലിയൻ മർഫി, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഓപ്പൺ ഹേമറിന്റെ ഓരോ മാനറിസങ്ങളായാലും ആള് കടന്നു പോകുന്ന ഇമോഷണൽ സിറ്റുവേഷൻസ്, ഇതൊക്കെ വളരെ ശരിക്കും സ്ക്രീനിൽ അദ്ദേഹം ജീവിച്ച് കാണിക്കുകയായിരുന്നു. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല മൊമെന്റ്സിലൂടെ തന്നെ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് തന്നെ കിട്ടിയെന്നുള്ളത്. ആൻഡ് ബെസ്റ്റ് ആക്ട്രസിന്റെ ലീഡിംഗ് റോൾ കിട്ടിയിട്ടുള്ളത് എമ്മ സ്റ്റോണിനാണ്. പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പെർഫോമൻസ് എനിക്കത് കാണാൻ പറ്റിയില്ല. എന്തായാലും കാണാൻ ഞാൻ വെച്ചിട്ടുള്ള സിനിമയാണ്. അതെന്തായാലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് നെക്സ്റ്റ് ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ, ഓപ്പൺ ഹീമർ. അദ്ദേഹത്തിന്റെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്പീച്ചൊക്കെ ശരിക്കും വളരെ വിഷമം തോന്നി. ഞാൻ അത് അനൗൺസ് ചെയ്തപ്പോൾ ആ ഒരു ഓപ്പൺ ഹേമറിലത്തെ ആ മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു എൻട്രി ഒക്കെ ശരിക്കും ഗൂസ് ബംസ് തന്നെയായിരുന്നു. ആൻഡ് രാവിലെ എണീറ്റപ്പോൾ കേട്ട ഈ ന്യൂസ് വളരെയധികം സന്തോഷം തന്നു. ആൻഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ നേരത്തെ പറഞ്ഞ പോലെ റോബർട്ട് ഡൗണി ജൂനിയർ, ഓപ്പൺ ഹീമർ. ആൻഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയിട്ടുള്ളത് ദ ഹോൾഡ് ഓവേഴ്സ് എന്ന് പറയുന്നതിലത്തെ ഡാവിൻ ജോയ് റാൻഡോൾഫിനാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ അമേരിക്കൻ ഫിക്ഷൻ ആണ്. ആൻഡ് ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ അനാറ്റമി ഓഫ് എ ഫോൾ. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ദ ബോയ് ആൻഡ് ദ ഹെറൺ. ഈ ഒരു കാറ്റഗറി ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് വേറെ ഒരു സിനിമയല്ല, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സിനിമയായിരിക്കണം അക്രോസ് ദ സ്പൈഡർ-വേഴ്സ്. അത്രയും കിടിലനായിട്ടുള്ള ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ കൊല്ലം പ്രൊവൈഡ് ചെയ്തൊരു സിനിമകളിൽ ഒന്നാണ് അത്. ആൻഡ് 2 തവണ ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. ഒന്ന് ഞാൻ ഇവിടെ റിലീസ് ആയതിന്റെ അന്ന് ഞാൻ ഇവിടെ തൃശ്ശൂർ ഐനോക്സിൽ നിന്നാണ് കണ്ടത്. ആൻഡ് അടുത്തത് എനിക്ക് ആ ഒരു ആംബിയൻസ്, ഒരു ഹൗസ്ഫുൾ ആംബിയൻസിൽ നിന്ന് കാണാന്ന് വെച്ചിട്ട് ആ ആഴ്ച തന്നെ വീക്കെൻഡിൽ ഞാൻ സൺഡേ തൃശ്ശൂർ രാഗത്തിൽ ഹൗസ്ഫുൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കണ്ട അത്രയും പീക്ക് എക്സ്പീരിയൻസ് കിട്ടി. അതിന്റെ എൻഡിങ്ങിന്റെ ഹാങ് ഓവർ ഒന്നും ശരിക്കും ഇപ്പോഴും മാറിയിട്ടില്ല. ആൻഡ് ആ ഒരു സിനിമ ഇതിലുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ഒരു ഇതായി പോയി. അതിന് നല്ലൊരു വിഷമമുണ്ട്. ആൻഡ് അടുത്തത് വേറെ ഒന്നല്ല, ബെസ്റ്റ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വാർ ഈസ് ഓവർ ഇൻസ്പയർഡ് ബൈ ദ മ്യൂസിക് ഓഫ് ജോൺ ആൻഡ് യോക്കോ, ഇതിനാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് UK. ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് 20 ഡേയ്സ് ഇൻ മരിയുപോൾ. ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആയിട്ടുള്ളത് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് ആണ്. ബെസ്റ്റ് ഒറിജിനൽ സ്കോർ ഓപ്പൺ ഹീമർ. ആ ഒരു ആറ്റമിക് ബോംബിന്റെ എക്സ്പെരിമെന്റ് ടൈമിലുള്ള മ്യൂസിക് ഒക്കെ ശരിക്കും ഇപ്പോഴും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. കാരണം നമ്മൾ എത്രത്തോളം ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് അല്ലെങ്കിൽ ഒരു സൂചിയുടെ അറ്റത്ത് നമ്മളെ കൊണ്ടിരുത്തണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു പല സ്കോറുകൾ അതിലുണ്ടായിരുന്നു. ആൻഡ് അതിനൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ബെസ്റ്റ് ഒറിജിനൽ സോങ് കിട്ടിയിട്ടുള്ളത് ബാർബിയിലത്തെ വാട്ട് വാസ് ഐ മേഡ് ഫോറിനാണ്. ബാർബിന് ആകെ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളൂ. ബെസ്റ്റ് സൗണ്ട് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ആൻഡ് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ പുവർ തിങ്സ് ആണ്. ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോട്ട് ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി അഗെയിൻ ഓപ്പൺ ഹീമർ. ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് പുവർ തിങ്സിനാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ പുവർ തിങ്സിന് തന്നെ. ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് ഗോഡ്സില്ല -1 ഹിയർ കംസ് ദ മാൻ. ഈ ഒരു സിനിമ അത്രയും നമ്മൾ ഈ റിവ്യൂസുകളിലും മറ്റേതിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരുന്നൊരു സിനിമയായിരുന്നു. പക്ഷെ ഈ സിനിമ ഇന്ത്യയിൽ റിലീസായി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. കാരണം ഒരു 100 കോടി മുതൽ മുടക്കിൽ എടുത്തിട്ടുള്ള ഒരു സിനിമ, ആ ജാപ്പനീസ് മൂവി ആയിട്ടുള്ളത്, ആദ്യമായിട്ടാണ് ഗോഡ്സില്ല ഫ്രാഞ്ചൈസിലത്തെ ഒരു മൂവിക്ക് ഓസ്കാറിൽ അവാർഡ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യും കാത്തിരുന്ന് അവസാനം
റിലീസ് ആവാണ്ട് പോയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഇതിന് OTT കണ്ടാൽ പോലും അതിന്റെ ആ ഒരു പീക്ക് ഫീല് കിട്ടണമെന്നില്ല. തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ഉള്ള പീക്ക് ഫീല് കിട്ടണമെന്നില്ല. പക്ഷെ ഇത് അത്ര എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്യാണ്ട് പോയത് അത്രയും വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇന്ത്യയിലത്തെ കാര്യമാണ് ഞാൻ പറയണത്. എബ്രോഡൊക്കെ ഒരുപാട് റിവ്യൂസ് ഉണ്ട്. നമ്മളെയൊക്കെ അസൂയപ്പെടുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. ആൻഡ് ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് ഓപ്പൺഹീമർ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള അവാർഡ്സുകൾ. ആൻഡ് എനിക്ക് ഇതിലെ ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവി കൂടി ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് നേരത്തെ പറഞ്ഞ പോലെ അത് വേറൊന്നല്ല, മാർട്ടിൻ സ്കോർസീസിന്റെ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ ആണ്. അത് എന്താ പറയണ്ടേ, ആ ഒരു കഥേനെ അത്രത്തോളം നല്ല കിടിലനായിട്ട് 3.25 മണിക്കൂർ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ നല്ല രീതിയിൽ ഒരുപാട് ഡീറ്റെയിലിങ്ങും സിനിമയുടെ ഈവൻസ് ആർട്ട് വർക്ക് ആയാലും പെർഫോമൻസ് ആയാലും അതിന്റെ എഡിറ്റിംഗ് അല്ലെങ്കിൽ എന്തൊക്കെയാണോ ആ കാലഘട്ടത്തിന് അതുപോലെ കൊണ്ടുവയ്ക്കുന്നത്. റോബർട്ട് ഡിനീറോന്റെ ഒക്കെ പെർഫോമൻസ് ഒന്ന് എടുത്തു പറയാനായിട്ട് അമ്മാതിരി സ്കോറിംഗ് ആയിരുന്നു ആ മനുഷ്യന്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഒരിക്കലും ഇതിൽ ഓസ്കാറിൽ ഇടം പിടിക്കാണ്ട് പോയി അദ്ദേഹത്തിന്റെ ഒരു സിനിമ. അത് നല്ല വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു സിനിമ ഇതുപോലെ കണ്ടപ്പോ ഈ കൊല്ലത്തെ ഓസ്കാറിൽ അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത് വേറൊന്നല്ല, പാസ്റ്റ് ലൈഫ്സ് ആയിരുന്നു. അത്രയും നല്ല ഫീൽ ചെയ്യുന്ന ഒരു പടമായിരുന്നു. ആൻഡ് ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകളും ഒരുപാട് കാര്യങ്ങളും ശരിക്കും തഴയപ്പെട്ടെന്നും തോന്നി. ബാക്കി എല്ലാത്തിനും അവാർഡ് കിട്ടിയത് ഹാപ്പിയാണ്. കാരണം ഇവൻ ഓപ്പൺഹീമർ ഒക്കെ ശരിക്കും ഡിസേർവ്ഡ് ആണ്. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ കൂടി അവർക്ക് കൊടുക്കായിരുന്നു. പക്ഷെ എന്താ, അത് ഉണ്ടായില്ല. ആൻഡ് അക്രോസ് ദ സ്പൈഡർ-വേഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓസ്കാർ അവാർഡ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാൻ. അൺടിൽ ദെൻ